Hi friends, so in time എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ കാണിക്കുന്നത് പഴയ ഷർട്ട് ഉപയോഗിച്ച് തയ്ക്കാൻ പറ്റിയ ഒരു കുഞ്ഞുടുപ്പാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു പഴയ ഷർട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ രണ്ട് സ്ലീവ്സും ഇതിന്റെ ഷർട്ടിന്റെ കോളറും വെട്ടിക്കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളിതൊക്കെ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ വീതിയാണ്. അത് 10.5 ഇഞ്ചാണ് വരുന്നത്. ഇനി അത് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി മുകളിൽ മാർക്ക് ചെയ്യുക. അത് നമ്മുടെ തയ്യൽ തുമ്പാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഈ അറ്റത്തുനിന്ന് നേരെ താഴേക്ക് കൈക്കുഴിയാണ് അടയാളപ്പെടുത്തേണ്ടത്. അത് നമുക്ക് 5 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഫ്രോക്കിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ പകുതി 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ആം ഹോളിൻ്റെ ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിക്ക് ഇതുപോലൊരു ഷേപ്പ് കൊടുക്കാം. ഈ ഒരു വശത്തും ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ഷോൾഡർ വെട്ടിക്കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് മുകളിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടിരുന്നു, അവിടെ നിന്ന് ഇതുപോലെ വെട്ടിക്കൊടുക്കുക. ഇനി കൈക്കുഴിയും രണ്ടും ഇതുപോലെ തന്നെ വെട്ടിക്കൊടുക്കുകയാണ്. പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ വെട്ടിക്കൊടുക്കാം. അപ്പോൾ ബോഡി പോർഷൻ വേറെയും താഴെ സ്കേർട്ട് പോർഷൻ, അങ്ങനെയാണ് ഈ ഒരു ഫ്രോക്ക് പാറ്റേൺ ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ടും ബാക്കും കിട്ടി. ഈ ബട്ടൺസ് വരുന്നതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ഇനി ഈ സ്കേർട്ടിന് നമ്മൾ ഇതുപോലെ കുഞ്ഞു ചുരുക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ടോപ്പിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ വീതി നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി വരുന്നത്. നെക്കിൻ്റെ ഇറക്കെടുക്കേണ്ടത് 2.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ നമുക്ക് ബാക്കിൻ്റെ നെക്ക് തന്നെ നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് ക്രോസ് പീസ് ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ തുണിയാണ് ഞാൻ എടുത്തത്. ഇത് നമുക്കിവിടെ നെക്കിലും സ്ലീവ്സിലും നമുക്കിതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് നെക്കിലും ബാക്കിലും നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പം ഇവിടെ ഞാൻ പൈപ്പിംഗ് ഇവിടെ നെക്കിലും വെച്ച് കൊടുത്തു. ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് ഷോൾഡർ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ സ്ലീവ്സിലും ഞാൻ പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താഴെ ചുരുക്കിടാനുള്ള സ്കേർട്ട് പോർഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു 1 ഇഞ്ച് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് ആ കൈക്കുഴി തയ്ക്കാൻ വേണ്ടി ഇതുപോലൊരു ഷേപ്പ് കൊടുക്കാം. ഈ ഒരു സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് മാർക്ക് ചെയ്യാം, 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയും. എന്നിട്ട് ഇതുപോലെ ഒരു കൈക്കുഴിക്ക്
കർവ് ഷേപ്പ് വരയ്ക്കുന്ന പോലെ വരച്ചു കൊടുക്കുകയാണ്. ഇനി ആ മാർക്ക് ചെയ്ത പോർഷൻ നമുക്കൊന്ന് ഇതുപോലെ വെട്ടിക്കൊടുക്കാം. രണ്ട് സൈഡിലും ഞാൻ വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ മുകളിലുള്ള ബോഡി പോർഷൻ നമുക്ക് ഈ സ്കേർട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ വെച്ചിട്ട് കൈക്കുഴിയും എല്ലാം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്കേർട്ട് പോർഷൻ നമ്മൾ ചെറിയൊരു ചുരുക്ക് നമുക്ക് നടുക്കിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെയായിട്ട് ഞാൻ കുറച്ച് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ടതിന് ശേഷം നമുക്ക് രണ്ട് സൈഡ് വശവും ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഇനി ഈ തുണീനെ നമുക്ക് നല്ല വശത്തേക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഫുള്ളും നമുക്ക് ബട്ടൺസ് കിട്ടും ഇതുപോലെ. പിന്നെ ഞാൻ ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു മെഷീൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ നടുക്കിൽ ഒരു ചെറിയൊരു റിബൺ നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ബട്ടൺസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഓപ്പണിങ് ആയിരിക്കും. അപ്പോൾ ബട്ടൺസ് അവിടെ വേണ്ടാത്തവർക്ക് നമുക്ക് അവിടെ വല്ല എംബ്രോയ്ഡറി എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നടുക്കിൽ ഇതുപോലൊരു റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രോക്കായിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ലെഗിൻസിൻ്റെ കൂടെ ഒരു ടോപ്പായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി കയ്യിൽ ഞാൻ ഇതുപോലൊരു കുഞ്ഞൊരു സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലൊരു തുണി വെട്ടിയിട്ട് അതിനെ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അരിക്. അതിനുശേഷം അതിൻ്റെ നടുക്കിലായിട്ടൊരു കുഞ്ഞ് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സ്ലീവിന് നടുക്കിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കിതുപോലെ അതുപോലെ നല്ല വശം ചേർത്തിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ പഴയ ഷർട്ടുള്ളവർ ഇതുപോലത്തെ ഒരു ഫ്രോക്ക് മോഡൽ തയ്ച്ചു നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.